കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്, ദെൻ ഷെയർ വാറൻറ്റ്, അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റ്, പിന്നെ ഷെയർ വാറൻറ്റും ഷെയർ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ചെറിയ വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോൻ്റെ കോർപ്പറേറ്റ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോടൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 48 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 48-നകത്താണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഉള്ളത്. The equity shares issued by a company may have equal voting rights or differential voting rights. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിന് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സും ഉണ്ടാവാം, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റും ഉണ്ടാവാം. ഈക്വൽ വോട്ടിംഗ് റൈറ്റ് മീൻസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരേപോലത്തെ വോട്ടിംഗ് റൈറ്റ്. ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിനോട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി തന്നെ പലതരത്തിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്തേക്കാം, ആ പലതരം ഷെയർസിനും പലതരം വോട്ടിംഗ് റൈറ്റ് എന്നുള്ളതാണ്. Equal voting right means every shareholder has one vote irrespective of the number of shares held. If the voting is by show of hands. Equal voting right എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഷെയർ എത്ര എണ്ണം ഹെൽഡ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാതെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനും ഒരൊറ്റ വോട്ട് എന്നുള്ളതാണ്. ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇഫ് ദ വോട്ടിംഗ് ഈസ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്. വോട്ട് രേഖപ്പെടുത്തേണ്ടത് നമ്മൾ ജസ്റ്റ് കൈ ഉയർത്തിയിട്ട് നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യം നടക്കുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഉയർത്തിയിട്ട് നമ്മുടെ പ്രസൻസ് അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അംഗീകാരം അറിയിക്കുക. ആ രീതിയിലാണ് വോട്ടിംഗ് നടക്കുന്നതെങ്കിൽ അവിടെ ഷെയറിൻ്റെ എണ്ണം നോക്കാണ്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒറ്റ വോട്ടാണ് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്ന് പറയും. Then in the case of voting by poll, every shareholder has as many votes as the number of shares held. അതേസമയം പോളിംഗ് വഴിയാണ് വോട്ട് നടക്കുന്നത് എങ്കിൽ അവിടെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അവർ എത്ര എണ്ണം ഷെയർ ഹെൽഡ് ചെയ്തിട്ടുണ്ടോ അത്ര എണ്ണം വോട്ട് ഉണ്ടായിരിക്കും. 50 ഷെയർ ഹെൽഡ് ചെയ്താക്ക് 50 വോട്ട്, 25 ഷെയർ ഹെൽഡ് ചെയ്താക്ക് 25 വോട്ട്. അപ്പോൾ അവിടെ വോട്ട് പല രീതിയിലാണ് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകുന്നത്. Share with the differential voting rights have differential voting rights as per the terms of issue. ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇഷ്യൂ, ഏതൊരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇഷ്യൂവിൻ്റെ ടേംസ് പ്രകാരം അതിന് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സംടൈംസ് ദീസ് മേ ബി നോൺ വോട്ടിംഗ് ഷെയർസ് ഹാവിങ് നോ വോട്ടിംഗ് റൈറ്റ്സ്. ചില സമയത്ത് ഇത് നോൺ വോട്ടിംഗ് ഷെയറും ആവാം, നോ വോട്ടിംഗ് റൈറ്റ്, ഒരു വോട്ടിംഗ് റൈറ്റ് പോലും ഇല്ലാത്ത നോൺ വോട്ടിംഗ് ഷെയറും ആവാം. വേർ the share capital of a company is divided into different classes of shares. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വിവിധ ക്ലാസ്സസ് ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പല ക്ലാസ്സിൽപ്പെട്ട ഷെയറുകൾ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദ റൈറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ ഷെയർസ് ഓഫ് വൺ ക്ലാസ് മേ വേരിഡ്. ഒരു ക്ലാസ് ഓഫ് ഷെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൈറ്റ്സ്, അവകാശങ്ങൾ നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. with the consent in writing of the holders of not less than 3/4 of the issued capital of that class. ആ ക്ലാസ് ഓഫ് ഷെയർ വാങ്ങിച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ 4/3 ഭാഗം, 3/4 ഭാഗത്തോളം ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഒരു റിട്ടേൺ കൺസെൻറ്റ് ഉണ്ട് എങ്കിൽ നമുക്കതിൻ്റെ റൈറ്റ്സ് വേരി ചെയ്യാവുന്നതാണ്. ഓർ ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് എ സെപ്പറേറ്റ് മീറ്റിംഗ് ഓഫ് ദി ഹോൾഡേഴ്സ് ഓഫ് ദി ഇഷ്യൂഡ് ഷെയർസ് ഓഫ് ദാറ്റ് ക്ലാസ്. ആ ക്ലാസ് ഓഫ് ഷെയർസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് മീറ്റിംഗ് വിളിച്ച് അതിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെയും ആവാം, അങ്ങനെയാവാം. എന്തും കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. പ്രൊവിഷൻ ഫോർ സച്ച് വേരിയേഷൻ ഈസ് പെർമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. ഈ പറയുന്ന പ്രൊവിഷൻസ് അതിൻ്റെ മെമ്മോറാണ്ടം മീൻസ് ഇങ്ങനെ മാറ്റാനുള്ള റൈറ്റ് വേരി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൻ്റെ മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു വേരിയേഷൻ അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ആർട്ടിക്കിൾസും അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർ ദ വേരിയേഷൻ ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് ദാറ്റ് ക്ലാസ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഇഷ്യൂവിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വേരിയേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് ഓഫ് ഷെയറിൻ്റെ ഇഷ്യൂവിൻ്റെ ടേംസിൽ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ വേരി ചെയ്യാന്നുള്ള കാര്യം പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ റൈറ്റ്സ് വേരി ചെയ്യാവുന്നതാണ്.
If variation by one class of shareholders affects the rights of any other class of shareholders, the consent of 3/4 of such other class of shareholders shall be obtained. ഇപ്പോൾ ഒരു ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിൽ ഉണ്ടാക്കുന്ന ഒരു വേരിയേഷൻ വേറൊരു ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ, അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ദ കൺസെൻറ്റ് ഓഫ് ദ 3/4 ഓഫ് സച്ച് അതർ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഷാൾ ഓൾസോ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ അങ്ങനെ ആ ബാധിക്കപ്പെടുന്ന ആ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ 4/3 ഭാഗം ആളുകളുടെ കൺസെൻറ്റ് എന്തുണ്ടായിരിക്കണം, ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു ടീമിൻ്റെ റൈറ്റ് വേരി ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് മറ്റൊരു ടീമിനെ അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ആ മറ്റേ ടീമിൻ്റെ സമ്മതം, 3/4 ഭാഗം ആളുകളുടെയും സമ്മതം നേരത്തെ കിട്ടിയിട്ടുണ്ടാവണം. Where the holders of not less than 10% of the issued shares of a class didn't consent to such variation. ഒരു ക്ലാസ് ഓഫ് ഷെയർസിൻ്റെ 10% കുറയാതെ ഷെയർ ഹോൾഡേഴ്സ് ഈ ഒരു വേരിയേഷനോട് താല്പര്യമില്ല എങ്കിൽ, they may apply to the tribunal to have the variation cancelled. ആ ഒരു വേരിയേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രിബ്യൂണലിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. If default is made in complying with the provisions, the company and every officer of the company who is in default shall be punishable with fine or imprisonment or both. അപ്പം ഈ പറയുന്ന മേൽപ്പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം തന്നെ അനുസരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ അതിൻ്റെ ഓഫീസറോ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അവർ ഫൈന് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്, ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൊണ്ടോ പണിഷബിൾ ആവാനുള്ള സാധ്യതയുണ്ടെന്നല്ല, അവർ പണിഷബിൾ ആയിരിക്കും. ദെൻ ഷെയർ വാറണ്ട് എന്താണെന്ന് നോക്കാം. A share warrant is a document issued by a public limited company certifying that the holder of it is entitled to the number of shares specified in it. A share warrant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ ഷെയർ വാറണ്ടിനകത്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഷെയർ സർട്ടിഫിക്കറ്റ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ആൾ അതിൽ പറഞ്ഞിരിക്കുന്ന എണ്ണം ഷെയറിന് അവകാശിയാണ് എന്നുള്ളതാണ്. A share warrant is a document issued by a public limited company certifying that, സർട്ടിഫൈ ചെയ്യുന്നത് the holder of it is, അതിൻ്റെ ആ ഒരു ഷെയർ വാറണ്ടിൻ്റെ ഹോൾഡർ ഈസ് entitled to the number of shares specified in it. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്രയും എണ്ണം ഷെയറിന് അവകാശിയാണ് എന്നുള്ളതാണ് അത് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഈ ഷെയർ ഹോൾഡർക്ക് ഇത്ര ഷെയർ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എണ്ണം ഷെയറിന് അയാൾ അവകാശിയാണെന്നാണ് അത് കാണിക്കുന്നത്. It is issued under the common seal of the company and in respect of fully paid up shares. ഇത് കമ്പനിയുടെ കോമൺ സീൽ വെച്ചിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിന്മേലാണ് ഇത് കൊടുക്കുക. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിൻ്റെ ബേസിസിലാണ് ഇത് കൊടുക്കുന്നത്. It can be transferred by mere delivery and the transferee gets title to the shares mentioned therein. ഇത് ജസ്റ്റ് ഡെലിവറി മുഖേന തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ജസ്റ്റ് കൈമാറ്റം ചെയ്യുന്നതോടുകൂടി തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ആരാണോ ഷെയർ വാറണ്ട് ഹെൽഡ് ചെയ്യുന്നത്, കൈവശം വെക്കുന്നത്, ആ വ്യക്തിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഷെയറിന് അവകാശം ഉണ്ടെന്നാണ് കാണിക്കപ്പെടുക. ദ ട്രാൻസ്ഫറി ഗെറ്റ്സ് ദ ടൈറ്റിൽ. ആർക്കാണത് കൈമാറ്റം ചെയ്ത് കിട്ടിയത് ആ വ്യക്തിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഷെയറിനുള്ള അവകാശം ഉണ്ടായിരിക്കും. The articles of the association shall contain provisions authorizing the directors to issue share warrant. ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഡയറക്ടേഴ്സിനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൊവിഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കണം. The approval of the central government is also required for issue of share warrants. ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നും കിട്ടേണ്ടതുണ്ട്. On the issue of share warrant, the company removes the name of the shareholder in respect of which the share warrant is issued. ഈ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്ത ഷെയർ ഹോൾഡർ ആരാണോ അയാളുടെ പേര് കമ്പനി എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള രജിസ്റ്റർ, അതാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതിൽ നിന്നും ഈ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതോടുകൂടി ആ മെമ്പറുടെ പേര്, ആ ഷെയർ ഹോൾഡറുടെ പേര് റിമൂവ് ചെയ്യും. In that place it enters the fact of issue of share warrant, the number of shares specified in the warrant, the date of issue, etc. ആ സ്ഥാനത്ത് ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്തതിൻ്റെ ആ ഒരു വസ്തുത, ആ ഫാക്ട്, ദ നമ്പർ ഓഫ് ഷെയർ സ്പെസിഫൈഡ് ഇൻ ദ വാറണ്ട്, ആ വാറണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഷെയറിൻ്റെ എണ്ണം എത്ര വെച്ച് കഴിഞ്ഞാൽ അത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മെമ്പറുടെ പേര് വെട്ടി അവിടെ എഴുതി ചേർക്കുക.
ഡിവിഡൻഡ് കൂപ്പൺ ആർ അറ്റാച്ച്ഡ് ടു ഷെയർ വാറൻറ്റ് ടു ഫെസിലിറ്റേറ്റ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഈ ഷെയർ വാറൻറ്റ് എന്ന് പറയുന്നത് ഷെയറിൻ്റെ എണ്ണത്തിന് തത്തുല്യമായിട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അതിന്മേൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ രജിസ്റ്ററിൽ നിന്നും മെമ്പറുടെ പേര് വെട്ടി മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നീട് ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സൗകര്യാർത്ഥം ഷെയർ വാറൻറ്റിൻ്റെ കൂടെ ഡിവിഡൻഡ് കൂപ്പണും കൂടെ കൊടുക്കുന്നതായിരിക്കും. അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുക. When dividend are declared, holder of share warrant sends the dividend coupon to the company, against which dividend are paid by the company. അപ്പോൾ ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഈ ഷെയർ വാറൻറ്റിൻ്റെ ഹോൾഡർ ആരാണോ ആൾക്ക് ഡിവിഡൻഡ് കൂപ്പൺ കമ്പനിയിലേക്ക് അയക്കാം. അതിന്മേൽ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഷെയർ വാറൻറ്റ് ട്രാൻസ്ഫറബിൾ, ജസ്റ്റ് ഡെലിവറിയോട് കൂടിയിട്ട് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഡിവിഡൻഡ് കൂപ്പൺ കൈമാറി പോകുന്നതുകൊണ്ട് ആരുടെ കയ്യിലാണോ ഷെയർ വാറൻറ്റ് ഇരിക്കണോ അയാൾക്ക് ഡിവിഡൻഡ് കിട്ടും. അതർവൈസ് അല്ലാത്ത കേസസിലൊക്കെ നമ്മൾ കമ്പനിയുടെ രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 46-നകത്താണ് ഷെയർ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് സ്പെസിഫൈസ് ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 46-നകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് സ്പെസിഫൈസ് ദ ഷെയർസ് ഹെൽഡ് ബൈ എനി മെമ്പർ. ഒരു കമ്പനിയുടെ ഏതൊരു മെമ്പറും ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയറിനെ കുറിച്ച് വിശദീകരിക്കുന്ന വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 46-നകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് സ്പെസിഫൈസ് ദ ഷെയർസ് ഹെൽഡ് ബൈ എനി മെമ്പർ. ഒരു കമ്പനിയുടെ മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിനെ കുറിച്ച് പറയുന്ന ആ ഡോക്യുമെൻ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡറും എത്ര എണ്ണം ഷെയർ ഹെൽഡ് ചെയ്തിട്ടുണ്ട്, ഏത് ക്ലാസ് ഓഫ് ഷെയർ ആണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരൊറ്റ സർട്ടിഫിക്കറ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. കമ്പനിയുടെ കോമൺ സീലൊക്കെ വെച്ചിട്ടാണ് കമ്പനി ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി വിത്തിൻ 2 months ആഫ്റ്റർ അലോട്ട്മെൻറ്റ്. നമുക്കറിയാം ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ആളുകളിൽ നിന്നും അപ്ലിക്കേഷൻ ലഭിക്കുന്നു, അപ്ലിക്കേഷൻ കിട്ടി ബാക്കിയുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് നടത്തും അല്ലേ. അലോട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് അതത് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. എവറി പേഴ്സൺ ഹൂസ് നെയിം ഈസ് എൻറ്റേർഡ് ആസ് എ മെമ്പർ ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ദി കമ്പനി. കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയി കഴിഞ്ഞാൽ അവരുടെ പേര് എഴുതി വെക്കുന്ന ബുക്കാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് പേര് വന്നിട്ടുള്ള ഓരോ മെമ്പർക്കും കമ്പനിയിൽ നിന്നും ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കമ്പനി. കമ്പനിയിൽ നിന്നും ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അവകാശമുണ്ട്. The object of the share certificate is to establish the title of the shareholder. നമ്മുടെ ഷെയർ ഹോൾഡറുടെ ആ ഒരു ടൈറ്റിൽ, ഉടമസ്ഥാവകാശം, അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും എണ്ണത്തിന് അയാൾ ഓണറാണ്, അതിൻ്റെ ഉടമസ്ഥനാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അത് കാണിക്കുന്ന ഒരു പ്രൂഫായിട്ടുള്ള ഒന്നാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. A share certificate is considered to be the prima facie evidence of the title of the member to the share mentioned in the certificate. ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ ഓണറാണ് അയാളെന്ന് കാണിക്കുന്ന ആ ഒരു പ്രൈമ ഫേഷ്യ എവിഡൻസ്, പ്രാഥമികമായിട്ടുള്ള തെളിവായിട്ടാണ് ഷെയർ സർട്ടിഫിക്കറ്റിനെ നമ്മൾ കരുതുന്നത്. A share certificate is a declaration by the company to the whole world that the person in whose name the certificate is issued is a shareholder in the company. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഡിക്ലറേഷനാണ്, ലോകത്തോട് മുഴുവനായിട്ടുള്ളൊരു ഡിക്ലറേഷനാണ്. വെച്ച് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ് എന്നുള്ളതാണ് അവർ ലോകത്തോട് വെളിപ്പെടുത്തുന്നത്. Once the share certificate states that the shares are fully paid up, then the company cannot ask for more payment against the shares. ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് ഒരിക്കൽ ഷെയർസ് എല്ലാം തന്നെ ഫുള്ളി പെയ്ഡപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കമ്പനിക്ക് ഷെയർസിന്മേൽ ഒരു പേയ്മെൻറ്റ് ചോദിക്കാൻ പറ്റില്ല. The company is completely stopped from denying the amount of payment indicated on the share certificate.
കമ്പനിക്ക് ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട്, അവർ പേയ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞ് കാണിച്ച എമൗണ്ട് പിന്നീട് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല. അത് തന്നിട്ടില്ല എന്നോ മറ്റോ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന കണ്ടൻറ്റ് വേണം, ഇന്നത് വേണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ആക്ടിനകത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് നോർമലി വരുന്ന കാര്യങ്ങൾ നോക്കാം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേര്, അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് ഒക്കെ വരും. സീരിയൽ നമ്പർ ഓഫ് ദി ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, അത് കാണിക്കും. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് കാണിക്കും. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോൾഡർ, ഷെയർ ഹോൾഡറുടെ പേരും അഡ്രസ്സും കാണിക്കും. നമ്പർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർസ്, എത്ര എണ്ണം ഷെയർ ഉണ്ട്, അത് ഏത് ക്ലാസ്സിൽപ്പെട്ട ഷെയർ ആണ് എന്നുള്ളത് കാണിക്കും. ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷെയർ സർട്ടിഫിക്കറ്റ്, ആ ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഷെയർസിൻ്റെ ഡിസ്റ്റിങ്റ്റീവ്, ആ ഷെയർസിന് മാത്രമായിട്ടുള്ള നമ്പറുകൾ ഉണ്ടായിരിക്കും. നോമിനൽ വാല്യൂ ഓഫ് ഈച്ച് ഷെയർ, ഓരോ ഷെയറിൻ്റെയും നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്താണെന്നുള്ളത് ഉണ്ടായിരിക്കും. എമൗണ്ട് പെയ്ഡ് ഓൺ ഈച്ച് ഷെയർ, ഓരോ ഷെയറിന്മേൽ പേ ചെയ്ത എമൗണ്ട് എത്ര ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഷെയർ സർട്ടിഫിക്കറ്റിൽ ഇത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ കമ്പനി കാണിച്ച് പ്രസ്താവിച്ച് അതിൻ്റെ കോമൺസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിരാകരിക്കാൻ കമ്പനിക്ക് പറ്റില്ല. അപ്പോൾ ഫുള്ളി പേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി പെയ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കണം, പിന്നീട് അതിന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റില്ല. ഇംപ്രഷൻ ഓഫ് കോമൺ സീൽ, കോമൺ സീൽ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സ്പേസ് ഫോർ ദ സിഗ്നേച്ചർ, സിഗ്നേച്ചറിനുള്ള സ്പേസും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് തമ്മിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാനുള്ളത്. ഷെയർ വാറണ്ടും ഷെയർ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആർ ഇഷ്യൂഡ് ബൈ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. ഷെയർ സർട്ടിഫിക്കറ്റ് പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും ഒരുപോലെ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഷെയർ വാറണ്ട് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ പബ്ലിക് കമ്പനീസ്, പബ്ലിക് കമ്പനീസിന് മാത്രമേ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇഷ്യൂ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്, നിയമപരമായ ബാധ്യതയാണ്. അത് ചെയ്തേ മതിയാവും. വാറണ്ട് ഈസ് ഇഷ്യൂഡ് ഓൺലി ഇഫ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ളതും പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസിനും ഇഷ്യൂ ചെയ്യപ്പെടാവുന്നതാണ്. വാറണ്ട്സ് ആർ ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിന് മാത്രമാണ് ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് റിക്വയർസ് ഡെലിവറി ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഡീഡ്. ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫർ ഡീഡ്, ഒരു ട്രാൻസ്ഫർ കരാറിൻ്റെ ഡെലിവറി, അതിൻ്റെ എക്സിക്യൂഷനൊക്കെ വേണ്ടതാണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർ വാറണ്ട് ഈസ് മെയ്ഡ് ബൈ ഡെലിവറി ഓൺലി. ജസ്റ്റ് കൈമാറി ചെയ്താൽ തന്നെ ഷെയർ വാറണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് ജസ്റ്റ് കൊടുത്താൽ മതി, അതിന് കരാറോ മറ്റൊന്നും വേണ്ട. സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പേയബിൾ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യപ്പെടേണ്ടതാണ്. അതേസമയം ഷെയർ വാറണ്ട് ട്രാൻസ്ഫർ ജസ്റ്റ് മിയർ ഡെലിവറിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. സോ നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് റിക്വയർഡ്. സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമില്ല. Then holder of the share certificate after the transfer of shares in his name becomes a member of the company. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഹോൾഡർ, അത് കൈവശം വെച്ച ആൾ, അയാളുടെ പേരിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ കമ്പനിയുടെ മെമ്പറായി തീരും. ഹോൾഡർ ഓഫ് ഷെയർ വാറണ്ട് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി കമ്പനി. അതേസമയം ഷെയർ വാറണ്ട് ഹെൽഡ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും കമ്പനിയുടെ മെമ്പറല്ല. നമ്മൾ പറഞ്ഞു മെമ്പറുടെ പേര് തന്നെ രജിസ്റ്ററിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടാണ് ഷെയർ വാറൻ്റെ കാര്യങ്ങളോട് എഴുതി ചേർക്കുന്നത്. പിന്നെയാണെങ്കിൽ അത് ജസ്റ്റ് കൈമാറി പോകുന്നവരൊക്കെ അതിൻ്റെ ഹോൾഡേഴ്സാണ്. അപ്പം അന്നേരത്ത് അവരൊരിക്കലും കമ്പനിയുടെ മെമ്പർ ആവുന്നില്ല. ഡിവിഡൻഡ് ആർ പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ ഡീറ്റെയിൽസ് കണ്ടെയ്ൻഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാധാ ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്ററിൽ പേരില്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടില്ല. ഡിവിഡൻഡ് ആർ പെയ്ഡ് അഗെയിൻസ്റ്റ് കൂപ്പൺ അറ്റാച്ച് ടു ഷെയർ വാറണ്ട്. അതേസമയം ഷെയർ വാറണ്ടിന് ആരുടെ കയ്യിലാണോ ഡിവിഡൻഡ് കൂപ്പൺ ഉള്ളത് അയാൾക്ക് ആ ഒരു ഡിവിഡൻഡ് കിട്ടുന്നതായിരിക്കും.
എ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കരുതുന്നില്ല. അങ്ങനെ അങ്ങോട്ടും കൈമാറ്റം ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ട് മീൻസ് എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു പണമിടപാടിനോ മറ്റുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഷെയർ വാറണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ കസ്റ്റമർ യൂസേജ്. അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു ചെക്ക് ഇതൊക്കെ കൈമാറ്റം ചെയ്ത് പോകുന്ന പോലെ കൈമാറ്റം ചെയ്യാവുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹോൾഡർ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ആസ് മെമ്പർ ഓഫ് എ കമ്പനി ഹാവ് വൈഡർ റൈറ്റ്സ് അണ്ടർ ദി കമ്പനീസ്. ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഹോൾഡർ എന്ന് പറയുമ്പം അവർ കമ്പനിയുടെ മെമ്പേഴ്സാണ് അല്ലേ. ആസ് മെമ്പർ ഓഫ് കമ്പനിയുടെ മെമ്പർ ആയതിനാൽ തന്നെ ഹാവ് വൈഡർ റൈറ്റ്സ് അണ്ടർ ദി കമ്പനീസ്. ആ കമ്പനിയിൽ ഒരുപാട് അവകാശങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. ഹോൾഡർ ഓഫ് ഷെയർ വാറണ്ട് ഹാവ് നോ സച്ച് റൈറ്റ്സ് അല്ലേ, ബിക്കോസ് ദേ ആർ നോട്ട് ദ മെമ്പർ ഓഫ് എ കമ്പനി. അവർ കമ്പനിയുടെ മെമ്പേഴ്സ് അല്ല, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും ഇല്ല. ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആർ ഇഷ്യൂഡ് ഒറിജിനലി. ഷെയർ സർട്ടിഫിക്കറ്റ് ഒറിജിനലി ഇഷ്യൂ ചെയ്യുന്നതാണ്. ഷെയർ കൊടുക്കുമ്പം ഷെയർ ഹോൾഡർക്ക് അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ വാറൻറ്റ്സ് കനോട്ട് ബി ഇഷ്യൂഡ് ഒറിജിനലി. അത് ഒറിജിനൽ ഇഷ്യൂ ചെയ്യുന്നതല്ല. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ സർട്ടിഫിക്കറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഷെയർ വാറൻറ്റ്സ് ലേറ്റർ ഓൺ. ഒരിക്കലും ഇഷ്യൂ ചെയ്ത ഷെയർ സർട്ടിഫിക്കറ്റ്, ആ ഷെയർ സർട്ടിഫിക്കറ്റ് ഹെൽഡ് ചെയ്തിരിക്കുന്ന വ്യക്തി ആ ഷെയറിന്മേൽ മുഴുവനായിട്ട് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റിനെ പിന്നീട് ഷെയർ വാറണ്ടാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഷെയർ വാറണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണം അച്ചടിച്ച് ഇറക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.